ശ്രീ സോമൻ, ഇത് പരാതിക്കാരില്ല എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു കൊള്ള, ഇത്രയും വലിയ ദാരുണമായ ഒരു മരണം നടന്നിട്ട് അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതില് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീമാൻ ബസന്തിന്റെ ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ ട്രഷററുടെ മരണം തന്നെയാണ്. ശ്രീ NM വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ മരണത്തിന്റെ മറയിൽ നിന്നുകൊണ്ടുള്ള ധൈര്യം ബസന്തിന് കൂടുതലായി കിട്ടിയിട്ടുണ്ട്. ആ ധൈര്യമാണ് ഇവിടെ ബസന്തിനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ഒന്ന് നോക്കൂ, ഇവിടെ KPCCക്ക് ഒരു പരാതി കൊടുത്തിരുന്നു ശ്രീ NM വിജയൻ. അത് ബസന്ത് അംഗീകരിക്കുന്നുണ്ടല്ലോ. അന്വേഷണ കമ്മീഷനെ തീരുമാനിച്ചിരുന്നു. അത് ബസന്ത് അംഗീകരിക്കുന്നുണ്ടല്ലോ. അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ ശ്രീമാൻ NM വിജയൻ മൊഴി കൊടുത്തിട്ടില്ല, മറ്റു പലരും മൊഴി കൊടുത്തതായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയുകയാണ്. ബസന്ത്, ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ മൊഴി കൊടുത്തിരുന്നു എന്ന് പറയാൻ NM വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള ധൈര്യമല്ലേ ഈ വാദം ഉന്നയിക്കാൻ നിങ്ങൾക്ക് പ്രേരണ നൽകുന്നത്? NM വിജയൻ KPCC നിശ്ചയിച്ച അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ മൊഴി കൊടുത്തിരുന്നു എന്ന് പറയാൻ ഇന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരിപ്പില്ല. ആ ധൈര്യമാണ് നിങ്ങൾക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് പ്രേരണ നൽകുന്നത്. ഒന്ന്. രണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ DCCയുടെ ട്രഷറർ ശ്രീമാൻ NM വിജയൻ ആത്മഹത്യയിൽ അഭയം തേടിയത്? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ആരാണ് ഈ ആത്മഹത്യാ വിവരം അറിഞ്ഞുകൊണ്ട് അവിടേക്ക് ഓടിയെത്തിയത്? ആരാണ്? അവിടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു എന്ന് വയനാട്ടിലെ മുഴുവൻ ജനതയും നിങ്ങളുടെ ചില നേതാക്കന്മാരും സംശയിക്കുന്നു. ആ ആത്മഹത്യാക്കുറിപ്പ് എവിടെ? എന്തിന്റെ പേരിലാണ് ദീർഘകാലമായി DCCയുടെ ജനറൽ സെക്രട്ടറിയായി വളരെ ദീർഘകാലമായി ആത്മാർത്ഥതയോടെ നിങ്ങളുടെ കൊടി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരെ ജയിപ്പിക്കാൻ, പ്രിയങ്കയെയും രാഹുലിനെയും അടക്കം ജയിപ്പിക്കാൻ അക്ഷീണം പരിശ്രമിച്ച ഒരു മനുഷ്യൻ മനോവേദനയോടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ആത്മഹത്യയിൽ അഭയം തേടിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ബസന്ത് പറയൂ. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് നിങ്ങൾ മുക്കി. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് നിങ്ങൾ മുക്കി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം എന്താണെന്ന് അറിയാൻ ഈ നാടിന് അവസരമില്ല. ആ ധൈര്യമാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ ചോദിക്കുകയാണ്, പണം നൽകിയവരാരാണ്? പണം നൽകിയവരുടെ പട്ടിക നീലിമ പറയുമ്പോൾ ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയുകയാണ്. ഒരാൾ ഇന്ന് വന്ന് പറഞ്ഞല്ലോ, ഞാൻ കൊടുത്തത് 30 ലക്ഷമാണെന്നും എനിക്ക് ഇത്ര രൂപ കിട്ടിയെന്നും ഇനിയും ഇത്ര രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പല നേതാക്കന്മാരെയും പല സന്ദർഭങ്ങളിലും T സിദ്ദിഖിനെ അടക്കം കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ പറ്റിയില്ല, KPCCയുടെ പ്രസിഡന്റിനെ കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ പറ്റിയില്ല എന്ന് ഒരു മനുഷ്യൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിക്കുകയാണ് ആരാണ് പരാതിക്കാരെന്ന് ചോദിച്ചാൽ ശ്രീ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ വയനാട് ജില്ലയിലെ വലിയ നേതാവ് MLA. അദ്ദേഹത്തിന് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ നേതാക്കന്മാർക്ക് വയനാട് ജില്ലയിൽ ഈ പണം കൊടുത്തിട്ടുള്ള നിങ്ങളുടെ സഹപ്രവർത്തകന്മാർ, നിങ്ങളുടെ അനുഭാവികൾ, അവർ ശബ്ദമുണ്ടാക്കാതെ, മാധ്യമങ്ങളെ സമീപിക്കാതെ, നാടറിയാതെ ഇക്കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിങ്ങളുടെ ഇവിടെ ഭരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യമാണ്. നിങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ സർക്കാരാണല്ലോ കേരളത്തിൽ ഭരണം നടത്തുന്നത്. ശ്രീമാൻ രാഹുൽ 2 MPമാർ വയനാട്ടിലുണ്ടെന്ന് പറയുന്നല്ലോ. കോൺഗ്രസിന്റെ നേതാവ് ശ്രീമാൻ രാഹുൽ, അതേപോലെ നിങ്ങളുടെ MP പ്രിയങ്ക, അവര് ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്? പിണറായി വിജയൻ നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളതും നിങ്ങളുടെ ധൈര്യമാണ്. അല്ലെങ്കിൽ IC ബാലകൃഷ്ണനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ബസന്തേ, ഞാൻ അങ്ങയോട് യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. CBIയെ കുറിച്ചുള്ള അങ്ങയുടെ മനോഭാവം മാറുന്നു. കോൺഗ്രസിന്റെ മനസ്സ് CBIയോട് ചേർന്ന് നിൽക്കുന്നതായി മാറുന്നു. അത് കഴിഞ്ഞ ദിവസം പെരിയയിൽ നിങ്ങളുടെ സഹപ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടതിൽ നിങ്ങൾക്ക് നീതി കിട്ടി എന്ന് തിരിച്ചറിവാണെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് അങ്ങ് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, നിങ്ങളുടെ ജില്ലാ ട്രഷറർ, പഴയ ജനറൽ സെക്രട്ടറി ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായത് അന്വേഷിക്കണം,
കുറ്റക്കാരെ കണ്ടെത്തണം എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ സമീപിക്കുമോ? അത് ഈ നാട് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ CBI ഇപ്പൊ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ചിന്ത മാറിയോ? അത് കൂട്ടിലടത്ത ചത്തയല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നി തുടങ്ങിയോ? അത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ആയുധമല്ല എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയോ? അതുകൊണ്ട് ബസന്ത, ഈ വിഷയത്തിൽ വസ്തുതകൾ എന്താണെന്ന് അറിയാൻ ഈ നാടിന് താല്പര്യമുണ്ട്. ഒരാൾ ആത്മഹത്യയിൽ അഭയം തേടുമ്പോ തന്റെ പ്രിയപ്പെട്ട മകനെ ചേർത്ത് പിടിച്ച് ആത്മഹത്യക്ക് പോകുമ്പോ അടിസ്ഥാനപരമായ കാരണമുണ്ട്. അദ്ദേഹം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന സാമ്പത്തികം കൊടുക്കാൻ സാധിക്കാത്തതിലുള്ള മനോവേദന, അഭിമാനക്ഷതത്തോടെ ഈ മണ്ണിൽ ജീവിക്കുന്നതിന് പകരം ആത്മഹത്യ ചെയ്യുകയാണ്. ആ ആത്മഹത്യയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ധൈര്യം നൽകുന്നത്. ആ ആത്മഹത്യയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മറയായി മാറുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ വലിയ ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ ആളുകളാണല്ലോ കോൺഗ്രസ്. ബസന്തേ, നിങ്ങളുടെ MLA ധാർമ്മികമായി ഈ വിഷയത്തെ സമീപിക്കുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ കണികയെങ്കിലും IC ബാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവിനുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു നിന്നുകൊണ്ട് ഇപ്പോ പ്രഖ്യാപിക്കപ്പെട്ടുള്ള അന്വേഷണത്തെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.